കോക്കനട്ട് മിൽക്ക് പ്രോട്ടീൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ സെറമൈഡ് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ സെറമൈഡ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ചോർച്ചിലോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ചീത്ത വിളിക്കരുത് പ്ലീസ്. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് എന്ന് വെച്ചാൽ ഹലോ സ്വീറ്റീസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബെയർ അനാറ്റമിയുടെ ഡാമേജ് ഹെയർ മാസ്ക് ആണ്. ഇതിന്റെ സാമ്പിൾ പാക്കാണ്. എനിക്ക് പർപ്പിളില് വേറെ ഹെയർ സ്പാ ക്രീം അപ്പൊ അതിനോട് ഫ്രീ കിട്ടിയത്. ഇത് എത്ര 20 ഗ്രാം. ഇതിന്റെ ഒറിജിനൽ പാക്കേജിംഗ് ടഫ് ടൈപ്പ് പാക്കേജിംഗ് ആണ് വരുന്നത്. 250 ഗ്രാമിന് 600-700 റുപ്പീസിനകത്ത് വരും. ഭയങ്കര ഹൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയി ബെയർ അനാറ്റമി. നമ്മുടെ ഈ സൺസ്കൂപ്പ്, അതുപോലെ ബെയർ അനാറ്റമി, വേറെ ഒന്നും ഉണ്ടായിരുന്നു പേര് കെമിസ്റ്റഡ് പ്ലേ എന്ന് പറയുന്ന ഈ 3 ബ്രാൻഡ്സും ഒരു കമ്പനിയുടെ അണ്ടറിൽ വരുന്ന സിസ്റ്റർ ബ്രാൻഡ്സ് ആണ്. അപ്പോൾ എന്തൊക്കെ ക്ലെയിംസ് പറഞ്ഞു കഴിഞ്ഞാൽ സെറ 36 ടെക്നോളജി ഉണ്ട്, പിന്നെ സെറമൈഡ്സും കോക്കനട്ട് മിൽക്ക് പ്രോട്ടീനും ഉള്ളത് കൊണ്ട് ഡാമേജ്ഡ് ഡ്രൈ ബ്രിറ്റിഷ് ഹെയറിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ഇവരുടെ എക്സ്പേർട്ട് സ്കിൻ കെയർ സീരീസ് ആണ്, എക്സ്പേർട്ട് ഹെയർ കെയർ സീരീസ് ആണ്. ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതിന്റെ പുറകിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, ഐ എം നോട്ട് ഷുവർ. ലുക്ക്, ഇതില് ഒന്നിലും സെറമൈഡ് മെൻഷൻ ചെയ്തിട്ടില്ല. കോക്കനട്ട് മിൽക്ക് പ്രോട്ടീൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ സെറമൈഡ് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ സെറമൈഡ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഒട്ടും കുറയാൻ തോന്നുന്നു. അതിന്റെ ടെക്സ്ചർ നല്ല ക്ലീൻ ആയിട്ടുള്ള ടെക്സ്ചറാണ്, നല്ല സ്മൂത്ത് ആണ്. ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഒട്ടും ഒരു പാടുമില്ല, നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ എപ്പോഴും ഹെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വെറ്റ് ആയിട്ടുള്ള, ഞാനിപ്പോൾ കുളിച്ചിട്ട് അറിയുള്ളൂ, മുടികണ്ട അറിയാലോ, അങ്ങനത്തെ ഹെയറിൽ വേണം അപ്ലൈ ചെയ്യാൻ. നല്ലതാണ്, ഹെയർ നല്ല സ്മൂത്ത് ആവും, അതുപോലെ നല്ല മാനേജബിൾ ആവും ഹെയർ. ഓക്കെ, ഇതിന്റെ ഫ്രേഗ്രൻസിനെ കുറിച്ച് പറയാം. ഫ്രേഗ്രൻസ് പറയുമ്പം നല്ല ഒരു ജാസ്മിൻ അല്ലെങ്കിൽ വൈറ്റ് ഫ്ലവർ, ഇത് പറയുന്നത് ബ്ലൂ ലെയർഡ് പെർഫ്യൂം യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, അതിന്റെ ഫ്രേഗ്രൻസ് ആണ്. എനിക്കത് ഇപ്പോഴത്തെ എന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ വിളിക്കുന്നില്ല, എന്താ എനിക്കറിയില്ല. ജാസ്മിൻ എനിക്ക് ഓൾറെഡി ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ഞാനിത് ഇതിന്റെ ടെക്സ്ചർ, ഇതിന്റെ ആ ഒരു എഫിഷ്യൻസി കൊണ്ട് മാത്രം ഇത് യൂസ് ചെയ്തതാണ്. അതിന്റെ സ്മെല്ല് പിന്നെ കുറച്ച് നേരം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ സ്മെല്ല് അങ്ങ് പോകും. അത്ര ഡാർക്ക് സ്മെല്ലൊന്നും അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് എന്ന് വെച്ചാൽ വണ്ട തലയൊട്ടി ഉള്ളവർക്കൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനമായത്. ഞാനിത് സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ലാണ്ട് ഹോണസ്റ്റ് ആയിട്ടുള്ള പറയാം. എന്റേത് ഇച്ചിരി ഓയിലി സ്കാൽപ്പ്, പെട്ടെന്ന് ഡാൻഡ്രഫ് ഉണ്ടാവും, പെട്ടെന്ന് അഴുക്ക് പിടിക്കും. ഞാനിത് ഈ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യില്ല. മുടി നന്നായിട്ട് നോക്കി ഈ സൈഡിൽ മാനേജ് ചെയ്ത് കുരുക്കൂട് പോലെ നല്ല മാനേജബിൾ ആക്കും, നല്ലതായിട്ട് കണ്ടീഷൻ ചെയ്യും. നിങ്ങൾക്ക് ആ ഷാമ്പു യൂസ് ചെയ്തതിനു ശേഷം വേറെ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഹെയർ മാസ്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അത്ര നല്ല സംഭവമാണ്. ഈ സ്മൂത്തനിങ് ചെയ്ത് നല്ല ഗ്ലാസി ആയിട്ട് ഇരിക്കുന്ന ഹെയറിന് ഇത് ഒത്തിരി ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ലിംബ് ആവാനും, മനസ്സിലായില്ല, അങ്ങനെ ഒട്ടി പശ ചെറുക്കുന്നതിൽ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. കുറെ നാളെ ഇപ്പൊ സ്മൂത്തനിങ് കഴിഞ്ഞ ഒരു 6-7 മാസമൊക്കെ ആയ ആൾക്കാർക്ക് ഇത് നന്നായിട്ട് ചെയ്ത്, അതുപോലെ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്തവർക്കില്ല, ഈ ചകിരി പൊള്ളിക്കുന്ന മുടിക്കുക, അതൊക്കെ അടിപൊളിയായിരിക്കും. ഞാൻ എന്റെ വലിയ പാക്ക് ഉറപ്പായിട്ട് റീപർച്ചേസ് ചെയ്യും. ഇവരെന്നെ സെന്റ് ഒന്ന് മാറ്റിയെങ്കിൽ ഞാൻ ഭയങ്കരമായി ആഗ്രഹിക്കുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരാൾ പറഞ്ഞോണ്ട് മാറില്ല. പിന്നെ ഇതൊരു 600-ന് താഴെയൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ ഓഫ്കോഴ്സ് ഉറപ്പായിട്ടും വാങ്ങിക്കും. പിന്നെ കാരണം ഒരുപാട് അഫോർഡബിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ട്രേക്സിന്റെ ഹെയർ സ്പാ നറിഷ്മെന്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അത് ഞാൻ ഇത് യൂസ് ചെയ്തപ്പോൾ അതാ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും അടിപൊളിയാണ്, അതും 500. അതുപോലെ ഷ്വാസ്കോഫ് ആ സാധനത്തിന്റെ എനിക്കറിയായിരിക്കില്ല, ആ ബ്രാൻഡിനെ ഒരിക്കലും ആക്കി വരില്ല. ആ സംഭവത്തിന്റെ ഹെയർ സ്പാ അതൊരു 500-നകത്തൊക്കെ എപ്പോഴും ഓഫറിനകത്ത് ആമസോണിലും നൈക്കയിലൊക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ആ റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ഓഫ്കോഴ്സ് ഞാനിത് വാങ്ങിക്കും. കാരണം 250-ന് 600-700 എന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കൂടുതലാണ്. എനിക്ക് ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല. ചിലർക്ക് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ട്, തലയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകുമ്പോൾ മുഖത്തോട്ടൊക്കെ വന്നാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല, ഇറിറ്റേഷൻ ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പൊ നിങ്ങൾക്കും ഇറിറ്റേഷൻ വരില്ലായിരിക്കും. ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് ഈ ചെവിടെ പുറകിലൊന്ന് നോക്കിക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ചീത്ത വിളിക്കരുത് പ്ലീസ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പഴയ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് നോക്കുക, നിങ്ങൾക്ക് വളരെയേറെ ഉപകാരം വരും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.